നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം എന്നവസാനിക്കും എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഒരുപാട് ജീവനുകളാണ് ഈ യുദ്ധത്തിൽ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം അത് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കാനുള്ള മധ്യസ്ഥതയൊക്കെ വഹിക്കുന്നുണ്ട്. ലോകം ഉറ്റുനോക്കുകയാണ് എന്നാണ് ഈ യുദ്ധത്തിന് ഒരു അറുതി വരിക എന്ന്. എന്നാൽ അത് ഉടനെയൊന്നും അവസാനിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓൾമർട്ടിൻ്റെ ഒരു പ്രതികരണമാണ് അത്തരത്തിലൊരു സൂചന നൽകുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കുക സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെ ഇല്ലാതാക്കുക സാധ്യമല്ലെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും യഹൂദ് ഓൾമർട്ട് ഹാരറ്റ്സിൽ എഴുതിയ ഒരു ലേഖനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന് ഇസ്രായേൽ ഇനിയും സഞ്ചരിക്കാനുണ്ട്. ഇസ്രായേലിന്റെ വരും ദിവസങ്ങൾ കൂടുതൽ ദുഷ്കരമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഗാസയിലെ വംശഹത്യയാണ് പ്രധാന ലക്ഷ്യമെന്ന് നെതന്യാഹു സമ്മതിച്ചു. അതുമുതൽ ഹമാസിനെ പരാജയപ്പെടുത്താനാവില്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതായി യഹൂദ് വ്യക്തമാക്കി. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ലക്ഷ്യം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത് മാത്രമാണ് എന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ളതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് പോരാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഹമാസിന്റെ നാശം വിദൂരതയിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ നേതാവ്, അതായത് ഹമാസിന്റെ നേതാവ് യഹിയ സിൻവർ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും അത് നേടാനാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഗാസ മുൻപിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പക്ഷേ ഹമാസിന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആർക്കും അത് സൈനികമായി അസാധ്യമാണെന്ന് കാണാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2014 യുദ്ധത്തിന് ശേഷം ഗാസയുടെ മണ്ണിൽ മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളുടെ ശൃംഖലയുണ്ടെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ഇസ്രായേലി ഇന്റലിജൻസിന്റെ പക്കലുണ്ട് എന്നും ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. ഹമാസിന്റെ പരാജയം ഇപ്പോഴും അകലെയാണ്. ഒക്ടോബർ 7 യുദ്ധത്തിന് ശേഷം കാര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ സൈനികർ മരിച്ചു. ഗാസയിലെ നാശത്തിന്റെ കൂടുതൽ വേദനാജനകമായ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിലത് അധിനിവേശത്തിൽ കനത്ത നിഴലുകൾ വീഴ്ത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും സൗഹൃദ രാജ്യങ്ങൾ പോലും കാണിച്ച പിന്തുണ, ക്ഷമ അതെല്ലാം മറികടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ബന്ദികളാക്കിയവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും തിരികെ കൊണ്ടുവരിക എന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന്റെ രണ്ടാം കടമ്പ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇസ്രായേൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കണം എന്നും ഓൾമർട്ട് ഒരു താക്കീത് പോലെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ശത്രുതകളും അവസാനിപ്പിക്കാനും ഗാസയുടെ വിധി നിർണ്ണയിക്കുന്ന ചർച്ചകളിലൂടെ എല്ലാ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധാനന്തരം ഹമാസ് പ്രസ്ഥാനം വളരെ ദുർബലമാകും, പക്ഷേ ഗാസയുടെ അതിർത്തിയിൽ അത് നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാനാവില്ല എന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ യുദ്ധം ചെയ്യുകയും കനത്ത നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നെതന്യാഹുവിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഹമാസിന്റെ നാശം ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിന്റെ കുറച്ചു നാളുകൾ കടമ്പകൾ പിന്നിട്ടപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് സാധ്യമല്ല എന്നാണ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.